എന്താണ് ഈ ഒരു ഗോദ്ര ട്രെയിൻ ബേണിംഗ് കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് തീ പിടിച്ചത് എന്നുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളാണ്. ആ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ പ്രകാരം അന്ന് അവിടെ ഉണ്ടായിരുന്ന കളക്ടർ, ചീഫ് മജിസ്ട്രേറ്റിന്റെ ചുമതല ഉണ്ടായിരുന്ന കളക്ടർ പറയുന്നുണ്ട് അതൊരു ആക്സിഡന്റ് ആണ്, അതൊരു ആസൂത്രണമായിട്ടുള്ള കൊലപാതകമായിരുന്നില്ല എന്ന് കളക്ടർ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് വലിയ രീതിയിൽ ഇതൊരു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറിയാത്തവരാരും ഉണ്ടാവില്ല. നരേന്ദ്രമോദി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ഇദ്ദേഹം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് അന്ന് വൈകുന്നേരം, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, പോലീസിന്റെ ചാർജ് ഷീറ്റുകളൊക്കെ തയ്യാറാക്കുന്നേ ഉള്ളൂ. ഏതാണ്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ TV ചാനൽസിന് മുന്നേ ഗവൺമെന്റിന്റെ ഒരു ബൈറ്റ് എന്ന രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു ഗോദ്ര ട്രെയിൻ ബേണിങ്ങിനെ പറഞ്ഞത് പ്രീ പ്ലാൻഡ് ഇൻ ഹ്യൂമൻ കളക്റ്റീവ് വയലന്റ് ആക്ട് ഓഫ് ടെററിസം എന്നുള്ളതാണ്. അതായത് ആസൂത്രിതമായി ചെയ്യപ്പെട്ട മനുഷ്യത്വരഹിതമായ ഒരു ഭീകര ആക്രമണം. ഇത് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, ഇത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് അന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ ഒരു ഫോറൻസിക് ടീം എത്തിയിട്ടില്ല, അവിടെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. ഏതാണ്ട് അന്ന് വൈകുന്നേരത്തോടു കൂടി മോദി, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ഇതിന്റെ ഒരു പ്രശ്നം, രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഒരു കലാപം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഇത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ അവർ പറയുന്ന വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജ്വലനം സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള മാറ്റം, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഏതാണ്ട് എല്ലാവരും ഇതൊരു ആസൂത്രണമായി നടന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നു.